സെൻകുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് വ്യക്തത തേടി നാളെ സുപ്രീം കോടതിയെ സംസ്ഥാന സർക്കാർ സമീപിക്കും. വിശദാംശങ്ങളുമായി ദിനകർ ചേരുന്നു. ദിനകർ, നിയമനവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കാര്യങ്ങളിലാണ് സംസ്ഥാന സർക്കാർ വ്യക്തത തേടുന്നത്? പ്രജീഷ്, സെൻകുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കും. നാളെ മന്ത്രിസഭാ യോഗം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളാനിരിക്കെയാണ് പുതിയ നീക്കം സർക്കാർ നടത്തുന്നത്. കാരണം മന്ത്രിസഭാ യോഗത്തിൽ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ DGP ആയി അദ്ദേഹത്തെ പുനർനിയമിക്കാനുള്ള ഒരു തീരുമാനം ഏകദേശം കൈക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് നിയമസഭയിലുണ്ടായ ചില നിലപാടുകളുടെ അല്ലെങ്കിൽ പ്രതിപക്ഷം സ്വീകരിച്ച ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സുപ്രീം കോടതിയെ തന്നെ സമീപിക്കാൻ, ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അക്കാര്യമായിരിക്കും സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുക. കാരണം DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയെ നിയമിച്ച ഉത്തരവ് റദ്ദാക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. അതേസമയം ബെഹ്റയെ നിയമിച്ച അതേ കാലയളവിൽ തന്നെ മറ്റ് DGPമാരെയും പല പോസ്റ്റുകളിലും ഉന്നത പോസ്റ്റുകളിലും നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് കൈക്കൊള്ളേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഉണ്ടാവണം എന്ന ഒരു നിലപാട് കൂടി സർക്കാരിനുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കണം എന്നായിരിക്കും സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുക. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ മന്ത്രിസഭാ യോഗം ഇത് പരിഗണിക്കാനിരിക്കുകയായിരുന്നു. അതേസമയം ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം MK മുനീർ അടക്കമുള്ളവർ സഭയിൽ ഉദ്ധരിച്ച അതായത് ഇന്ന് കൊണ്ടുവന്ന അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭയിൽ ഉന്നയിച്ച ചില കാര്യങ്ങൾ, അത് സെൻകുമാർ ചോർത്തി നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആണ് എന്നാണ് സർക്കാർ ഇപ്പോൾ സംശയിക്കുന്നത്. അപ്പോൾ സർക്കാരിനെതിരെ രേഖ ചോർത്തി നൽകിയ ഒരു ഉദ്യോഗസ്ഥന് എന്തിന് പുനർനിയമനം നൽകണം എന്ന ഒരു നിലപാട് കൂടി സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാളെ മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം പരിഗണിക്കാനിരിക്കെ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ നാളെ മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം പരിഗണിക്കുകയില്ല. മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് ഈ വിഷയം വരികയില്ല. അദ്ദേഹത്തെ പുനർനിയമിക്കാനുള്ള തീരുമാനം എടുക്കാനായിരുന്നു സാധ്യത ഉണ്ടായിരുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അല്ലെങ്കിൽ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് നിയമസഭയിൽ ഇത്തരത്തിൽ സെൻകുമാർ തന്നെ ചോർത്തി നൽകിയ രേഖകൾ പ്രതിപക്ഷം ആയുധമാക്കിയപ്പോൾ അത്തരത്തിൽ സർക്കാരിനെ വിശ്വാസത്തിലെടുക്കാത്ത അല്ലെങ്കിൽ സർക്കാരിനെതിരെ രേഖകൾ ചോർത്തി നൽകിയ ഒരു ഉദ്യോഗസ്ഥനെ വീണ്ടും നിയമിക്കണമോ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യവും അവിടെ ഉയർന്നു വരികയാണ്. വരുന്ന ബുള്ളറ്റുകളിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. നാളെ വ്യക്തത തേടി സുപ്രീം കോടതിയെ സർക്കാർ